എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് പെട്രോളിയം ജെല്ലി വാസിലിൻ, അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഗൾഫിൽ നിന്നൊക്കെ ആരെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ നമ്മുടെയൊക്കെ വീടുകളിൽ കൊണ്ടുവരുന്നൊരു കാര്യമാണ് വാസിലിൻ. അത് വാങ്ങിച്ചിട്ട് നമ്മൾ അധികം ഒന്നും ഉപയോഗിക്കാണ്ട് നമ്മൾ അലമാരയിൽ തന്നെ വെക്കാറുണ്ട്. അതിൻ്റെ ചിലപ്പോൾ അത് എടുത്തു പോലും കളയാറില്ല, കൊണ്ടുവന്ന് വെക്കുന്നത് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. കാരണം ഇത് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളത് കൃത്യമായിട്ടൊരു ധാരണ എല്ലാവർക്കും തന്നെ ഇല്ലെന്നുള്ളതാണ് സത്യം. അന്നേരം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വാസലിൻ വെച്ചിട്ട് ഗുണങ്ങളുണ്ട്. അന്നേരം നമ്മൾ മെയിനായിട്ട് ഞാനൊക്കെ കുഞ്ഞിലെ വാസലിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളങ്കടി ഉണ്ടാകുമ്പോൾ കാലിൽ തേക്കാനും വേണ്ടി മാത്രം കേട്ടോ. പിന്നെ ഇത് വെച്ചിട്ട് എന്ത് ഉപയോഗമുള്ളത് നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണയില്ലായിരുന്നു. അന്നേരം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നുണ്ട്. അന്നേരം പുറം രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അറിയാം വാസലിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്നുള്ളത്, പ്രത്യേകിച്ച് തണുപ്പുള്ള രാജ്യങ്ങളിൽ. അത് നമുക്ക് പ്രത്യേകിച്ച് നവംബർ ഡിസംബർ മാസങ്ങളിൽ തീർച്ചയായിട്ടും ഉപയോഗപ്രദമാകുന്ന ഒരു കാര്യമാണ് വാസലിൻ. അതിനും ഒന്നല്ല ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിൽ കിടപ്പ് രോഗികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരൊക്കെ ഒരുപാട് ദിവസങ്ങൾ കിടക്കുമ്പോൾ പുറം പൊട്ടുന്ന ബെഡ് സോർ ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് വാസലിൻ. നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം വാസലിൻ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്, നമുക്ക് ജലദോഷമൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ മൂക്കിൻ്റെ ഭാഗം മൊത്തം നല്ലപോലെ ചുമന്ന് ഒരു ഡ്രൈ ആയി വരില്ലേ, അന്നേരം ആ ഒരു സമയത്ത് ചെറുതായിട്ട് കുറച്ച് മാത്രമേ എടുക്കാവൂ കേട്ടോ വാസലിൻ. നമ്മുടെ ആ മൂക്കിൻ്റെ സൈഡിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതും നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ ചുണ്ട് വരണ്ട് പൊട്ടുന്നൊരവസ്ഥയ്ക്ക് ആ ഒരു സമയത്തും ലേശം വാസലിൻ ചുണ്ടത്ത് തേച്ച് കൊടുത്താൽ അതും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗമാണ് കേട്ടോ. അന്നേരം നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ തീർച്ചയായിട്ടും വാസലിൻ കൊണ്ട് ഒരുപാട് ഉപയോഗമുണ്ട്. പിന്നെ മിക്ക ആൾക്കാരും അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നമാണ് നമ്മുടെ ഉപ്പൂറ്റി വിണ്ട് കീറുക എന്നുള്ളത്. നമ്മൾ നല്ല പോലെ കാല് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് വാസലിൻ തേച്ച് കൊടുത്തിട്ട് ഒരു സോക്സ് കാലിൽ ധരിച്ചതിന് ശേഷം രാത്രിയിൽ ഉറങ്ങാം. അന്നേരം ഒരാഴ്ച അതുപോലെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാല് വിണ്ട് കീറുന്നതിന് ഒരു ആശ്വാസം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ മുട്ടിൻ്റെ അടിയിലുള്ള നല്ല കറുത്ത പാടുകൾ കട്ടി വരില്ലേ, ആ ഒരവസ്ഥയ്ക്കും നമ്മുടെ കാൽമുട്ടിൻ്റെ ഭാഗത്തും ഇതുപോലെ ഉണ്ടാകുന്ന ഡാർക്കായിട്ടുള്ള കളറിനും ആ ഒരു കട്ടിക്കൊക്കെ മാറാനും വാസലിൻ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഫ്രിഡ്ജൊക്കെ നമ്മൾ എത്ര വൃത്തിയാക്കി വെച്ചെന്ന് പറഞ്ഞാലും അതിൻ്റെ പുറവശം കുറച്ച് ആ ഒരു മങ്ങിയ രീതിയിൽ ഇരിക്കുന്നൊരവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിൻ്റെ മുകളിലായിട്ട് ലേശം വാസലിൻ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒന്നെങ്കിൽ ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഒരു കോട്ടനോ ഉപയോഗിച്ചിട്ട് ഇതുപോലൊന്ന് തുടച്ചെടുക്കുമ്പോൾ കണ്ടില്ലേ പുതുപുത്തനായിട്ട് നല്ല പോലെ തിളങ്ങിയിരിക്കുന്ന കാണാം. അന്നേരം വാസലിൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് അടുപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാചകമൊക്കെ ചെയ്തതിന് ശേഷം എല്ലാവരുടെയും വീട്ടിലുള്ള അവസ്ഥ ഇതാണ്. നല്ലപോലെ നമ്മളൊന്നും കൂടെ ഒന്ന് തുടച്ചതിന് ശേഷം അതിനെ ഒരു പുതുപുത്തനായിട്ട് തിളക്കം കിട്ടാനും വേണ്ടി നമുക്കിതുപോലെ ലേശം വാസലിൻ കയ്യിലിങ്ങനെ തേച്ചിട്ട് അത് ആ ഒരു ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് നല്ലൊരു കോട്ടൺ തുണി കൊണ്ടിട്ട് ആ വാസലിൻ തേച്ച ഭാഗം ഞാനൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അന്നേരം കാണാം അതിൻ്റെ ആ ഒരു വ്യത്യാസം, തുടയ്ക്കാത്ത ഭാഗത്തെ വ്യത്യാസവും തുടച്ച ഭാഗത്തെ വ്യത്യാസം നല്ല പുതുപുത്തനായിട്ടിരിക്കും. നല്ലൊരു എന്താ പറയുക, ഒരു ബ്രൈറ്റ്നെസ് നമ്മുടെ ആ ഒരു അടുപ്പിനൊക്കെ തോന്നിക്കും. അത് തീർച്ചയായിട്ടും അടുക്കളയിൽ രണ്ട് ഉപയോഗമായി. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് പുതിയ ഗ്യാസ് അടുപ്പാണെങ്കിലും പെട്ടെന്ന് അതിൻ്റെ ആ മുകളിലെ ആ ഒരു കളറ് പോയിട്ട് പെട്ടെന്ന് തുരുമ്പിക്കുന്നുണ്ട് ഈ ഒരു സൈഡ് മാത്രം കേട്ടോ. അന്നേരം ആ ഒരു ഭാഗത്തേക്ക് കയ്യിൽ ലേശം വാസലിൻ എടുത്തിട്ട്, ഒരുപാട് വാസലിനൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം എടുത്താൽ മതി. കുറച്ച് മാത്രം വാസലിന് നമ്മൾ എടുത്തിട്ട് ഇതുപോലൊന്ന് തേച്ച് കൊടുക്കുമ്പം തന്നെ കുറേ തുരുമ്പൊക്കെ പോയിട്ട് അതൊന്ന് ആ ഒരു തുരുമ്പിനൊരു മങ്ങൽ നമുക്ക് തോന്നിക്കും. അന്നേരം അതങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. അന്നേരം ആ ഒരു തേച്ച ഭാഗവും തേക്കാത്ത ഭാഗവും കൂടെ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. അന്നേരം അവിടെയും നമുക്ക് രണ്ട് ഉപയോഗങ്ങളാണ് അടുപ്പിൻ്റെ ഭാഗത്ത് തന്നെ നമുക്കുള്ളത്. ഇനി നമുക്ക് അടുത്ത ഉപയോഗം എന്താണെന്ന് നോക്കാം. നമ്മുടെയൊക്കെ വീട്ടിൽ കുഞ്ഞു കുട്ടികൾക്ക് ഷൂ ഒക്കെ നമ്മളിപ്പോൾ പോളിഷ് ചെയ്യാൻ മറന്നുപോയി, അല്ലെങ്കിൽ സമയം കിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ഒരുങ്ങി നിൽക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ലേശം വാസലിൻ നമ്മുടെ കയ്യിലെടുത്തതിന് ശേഷം ഇതുപോലൊന്ന് തുടച്ച് കൊടുക്കുക. എന്നിട്ടൊരു കോട്ടൺ തുണിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ച് മാറ്റുമ്പോഴത്തേന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഷൂ ഒക്കെ നല്ല പുതുപുത്തൻ പോലെ തിളങ്ങുന്ന കാണാം. തേച്ച ഭാഗത്തെയും ആ ഒരു വാസലിൻ തേക്കാത്ത ഭാഗത്തെയും വ്യത്യാസം കണ്ടോ.
വാസലിൻ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അന്നേരം ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെയൊക്കെ കയ്യിൽ പഴയ പേഴ്സ് കാണുമല്ലോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഇരിക്കുന്ന ഒരു പേഴ്സ് ഒരു എങ്ങനെ പോയാലും ഒരു 8 വർഷത്തെ പഴക്കം കാണും. അന്നേരം നമ്മൾ ഉപയോഗിക്കാത്തതോ അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള പേഴ്സൊക്കെ ലെതറിൻ്റെ കേട്ടോ. അന്നേരം അതിൻ്റെയൊക്കെ ആ ഒരു കളറൊക്കെ മങ്ങി എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മുകളിലായിട്ടും ഇതുപോലെ വാസലിനൊന്ന് പുരട്ടി കൊടുത്തിട്ട് നമ്മൾ ചെറിയൊരു കോട്ടൺ കൊണ്ട് ഒന്ന് തുടച്ചെടുക്കുമ്പം നല്ല പുതുപുത്തം പോലെ നമ്മുടെ പേഴ്സ് ഇരിക്കുന്ന കാണാം കേട്ടോ. ആ ഒരു തിളക്കം അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. കണ്ടോ, പുതുപുത്തം പോലെ നമ്മുടെ ആ ഒരു പേഴ്സ് മാറിയിട്ടുണ്ട്. പക്ഷേ വാസലിൻ തേക്കാത്ത ഭാഗത്തെ വ്യത്യാസവും തേച്ച ഭാഗത്തെ വ്യത്യാസവും നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും. അന്നേരം തീർച്ചയായിട്ടും പഴയ പേഴ്സുകളോ ബാഗുകളോ ലെതറിൻ്റെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാസലിന് വെച്ചിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മുടെയൊക്കെ വീട്ടിൽ തിരി കത്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്രദമാകുന്ന കാര്യമാണ് കേട്ടോ. ലേശം വാസലിൻ നമ്മുടെ കയ്യിലെടുത്തതിന് ശേഷം ആ തിരിയുടെ എല്ലാ ഭാഗത്തും ഇതുപോലൊന്ന് തേച്ച് കൊടുക്കാം. ഇതിനുള്ള ഏറ്റവും വലിയ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തിരി നമ്മളൊക്കെ കത്തിക്കുന്ന സമയത്ത് ഒന്നുകിൽ പെട്ടെന്ന് അത് അണഞ്ഞു പോകുമോ അല്ലെങ്കിൽ പെട്ടെന്ന് കത്തി തീരുകയോ ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അന്നേരം ഇത് വളരെ പതുക്കെ കത്തി തീരത്തുള്ളൂ. ആ തീരുന്ന അവസാനം വരെയും ആദ്യം കത്തിച്ച മണം അതുപോലെ നിലനിൽക്കുകയും ചെയ്യും വാസലിൻ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ അടുത്ത് നമ്മളുടെ ഉപയോഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിൽ സിബിന് ഡാമേജ് ആയിട്ടുള്ള ബാഗുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്രദമാകുന്ന കേട്ടോ. ലേശം വാസലിന് ഇതുപോലെ ആ സിബിൻ്റെ ഭാഗത്ത് വെച്ച് തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നാക്കുമ്പം തന്നെ എത്ര ടൈറ്റായിട്ടിരിക്കുന്ന സിബാണെങ്കിലും ഇതുപോലെ ലൂസായി കിട്ടും. ഇനി അടുത്തതായിട്ട് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ കയ്യിൽ ടൈറ്റായിട്ടുള്ള മോതിരം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഊരിയെടുക്കാനും വേണ്ടി കുറച്ച് പാടാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് വാസലിൻ അത് ആ ടൈറ്റായ ഭാഗത്തൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് 1-2 വട്ടം ഇതുപോലൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇനി പോരും. അന്നേരം ഇത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ വാസലിൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തായിട്ട് നല്ല നമ്മുടെ കയ്യിൽ ടൈറ്റായിട്ടുള്ള വളയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ വേദനയൊന്നും എടുക്കില്ല കേട്ടോ. വളയുണ്ടെങ്കിൽ നമുക്കത് കയ്യിൽ ഇടണമെങ്കിൽ നമ്മുടെ കൈയുടെ ഈ ഒരു ഭാഗത്തേക്ക് ആദ്യം വാസലിൻ തേച്ച് കൊടുക്കുക. നല്ലതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ എത്ര ടൈറ്റായിട്ടുള്ള വളയും നമുക്ക് ഇടണമെങ്കിൽ, ചെറിയ വളയാണ് കൈ വലുതുമാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്താൽ മതി. വളരെ പെട്ടെന്ന് ഇടാനും ഊരാനും പറ്റും, വളയാണെങ്കിലും മോതിരമാണെങ്കിലും. അന്നേരം ഇത് വളരെ പെട്ടെന്ന് ഊരാനും പറ്റി ഇടാനും പറ്റും. അതിന് വളരെ ഉപകാരപ്രദമാകുന്ന കാര്യമാണ് വാസലിൻ ഉപയോഗിച്ചിട്ട്. പിന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ കണ്ണാടി, അതുപോലെ കണ്ണിൽ വെക്കേണ്ട കണ്ണാടിയാണെങ്കിലും തീർച്ചയായിട്ടും അതൊക്കെ ഇങ്ങനെ കളറ് മങ്ങിയിരിക്കുവാണെങ്കിൽ ഇതുപോലെ നമ്മൾ ലേശം വാസലിൻ അതിൻ്റെ മുകളിൽ തേച്ച് കൊടുത്തതിന് ശേഷം കോട്ടൺ ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുമ്പം തന്നെ പുതുപുത്തൻ പോലെ തിളങ്ങി നിൽക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ കുഞ്ഞു കുട്ടികൾ പശയൊക്കെ ഒഴിച്ച് കയ്യിലൊക്കെ മൊത്തം ആക്കിയിട്ട് അത് പോകുന്നില്ല എങ്കിൽ, എൻ്റെ കയ്യിലിപ്പം പശയിലോട്ട് ആ ടിന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് കാണിക്കണേ. അത് കയ്യിൽ ഒക്കെ തേച്ചിട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും വാസലിനൊന്ന് തേച്ച് കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ പശയൊക്കെ റിമൂവ് ആയി കിട്ടും. ഇനി ഇവിടെ ഒരു പഴയ കണ്ണട ഇരുന്ന് കേട്ടോ, അത് നമ്മൾ നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്ക ആൾക്കാരും അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നമാണ് മുടിയുടെ തുമ്പ് പൊട്ടിപ്പോകുന്നൊരവസ്ഥ. ആ ഒരവസ്ഥയ്ക്ക് നമ്മൾ ലേശം വാസലിന് ഒരുപാടൊന്നും വേണ്ട, ഞാൻ മുമ്പേ പറഞ്ഞ ലേശം മതി, കയ്യിലിങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മുടിയുടെ തുമ്പത്ത് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ അത് കഴുകി കളയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മുടിയുടെ തുമ്പ് പൊട്ടുന്നതിന് ഒരു പരിഹാരം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ ചീപ്പിനകത്ത് ഇതുപോലെ വാസലിൻ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ ആണെങ്കിലും നമ്മുടെ ആണെങ്കിലും മുടി ഒരുപാട് പാറി കിടക്കുന്നൊരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവും. അന്നേരം ആ ഈ വാസലിൻ തേച്ച ചീപ്പും വെച്ചിട്ട് ഇങ്ങനെ ചീവി കൊടുക്കുമ്പോൾ നല്ല മുടി ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. പിന്നെ പിരികമൊക്കെ നല്ല കട്ട പിരികം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ലേശം വാസലിൻ ഒന്ന് പിരികത്ത് തേച്ചാൽ അത് ഉപകാരമാണ്. ഇനി നമ്മൾ പറയുന്ന ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഡൈ ചെയ്യുന്നവർ തീർച്ചയായിട്ടും നെറ്റിയുടെ എല്ലാ ഭാഗത്തും വെച്ചാൽ ഡൈ പറ്റുന്ന എല്ലാ ഭാഗത്തും നമ്മൾ വാസലിൻ തേച്ചിട്ട് മാത്രം ഡൈ ചെയ്യുക. അന്നേരം വളരെ പെട്ടെന്ന് തന്നെ നെറ്റിയുടെ ഭാഗത്ത് ഡൈ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഒരു കോട്ടൺ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും വാസലിൻ ഉപയോഗിക്കുകയാണെങ്കിൽ. അതിന് നമ്മൾ അടുത്ത ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിൽ പോളിഷ് ഉപയോഗിക്കുന്നവർക്കാണ് കേട്ടോ. ആ നെയിലിൻ്റെ സൈഡിലൊക്കെ നെയിൽ പോളിഷ് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വാസലിൻ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്കിന്നിലൊക്കെ നെയിൽ പോളിഷ് ആവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട്.
ഇനി അടുത്ത ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പൊക്കെ ഇടുന്നവരെ സംബന്ധിച്ചോളം അത് മേക്കപ്പ് റിമൂവ് ചെയ്യാനും വേണ്ടി വാസലിൻ ഉപയോഗിച്ചാൽ ഏറ്റവും എളുപ്പകരമായിട്ടൊരു മാർഗ്ഗമാണ്. ഇനി വീട്ടമ്മമാർ മിക്ക ആൾക്കാർ അടുക്കളയിലൊക്കെ ഫോൺ കൊണ്ട് വെക്കാറുണ്ടല്ലോ. അടുക്കളയിൽ നിന്ന് നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മുടെ ഫോണും അതുപോലെ തന്നെ അഴുക്കും പൊടിയൊക്കെ ആയിട്ടിരിക്കുമായിരിക്കും. അന്നേരം അതൊന്ന് വൃത്തിയാക്കി നമ്മുടെ ഫോൺ ഒരു പുതുപുത്തൻ പോലെ ഇരിക്കണമെങ്കിൽ ലേശം വാസലിൻ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഒരു കോട്ടൺ ഉപയോഗിച്ച് തുടയ്ക്കുമ്പം തന്നെ നമ്മുടെ ഫോൺ നല്ല കിടിലനായിട്ടിരിക്കും. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കാണിച്ചത് വെറും 10 രൂപയുടെ വാസലിനാണ് കേട്ടോ. അന്നേരം നമ്മുടെയൊക്കെ വീടുകളിൽ വെറുതെ ഇരിക്കുന്ന വാസലിൻ ഉപയോഗിച്ചിട്ട് ഇത്രയേറെ ഉപയോഗങ്ങളുണ്ട്. നെഗറ്റീവ് കമൻറ്റ് പറയുന്ന എൻ്റെ സുഹൃത്തുക്കളോട് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് മാത്രം നെഗറ്റീവ് കമൻറ്റ് പറയാൻ ശ്രമിക്കുക. അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ളവരിലോട്ട് എത്തിക്കാനും വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.